വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ഓൾറെഡി തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഷവർ റൂട്ടീൻ വീഡിയോ ആണ്. ഞാൻ കുറച്ച് വിശാലമായിട്ട് കുളിക്കുന്ന ദിവസത്തെ ഒരു റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വൈറ്റ് ടീത്ത് കോംബ് എടുത്തിട്ട് മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് ചീകി കളയുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ തന്നെ ഷാമ്പൂ വാഷ് ചെയ്ത മുടിയാണ് കേട്ടോ. അതുകൊണ്ട് സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് ഉലുവ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു അലോവേര ലീഫാണ് കേട്ടോ. ഞാനൊരു വലിയ അലോവേരേൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഉലുവയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സ്കാൽപ്പ് വന്നിട്ട് ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അരച്ചെടുത്തപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയാവും. അപ്പോൾ ഞാനിത് സ്കാൽപ്പിലേക്കും ഹെയർ ലെങ്തിലേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ പോകും. ഈ ഒരു ഉലുവയും അലോവേരയും വന്നിട്ട് നമ്മുടെ ഹെയറിന് അത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടുള്ള 2 സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടിയൊന്നും പോവാതെ വളരാനൊക്കെ ആയിട്ടും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. ഇനി ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫേസിലെയും ബോഡിയിലെയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ ആണ് കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. 2 കൈയും 2 കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. വെള്ളത്തിന് പകരം തൈര് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പം തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ടാൻ റിമൂവലിന് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. പിന്നെ ഫുള്ളായിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ടാനൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം വന്ന ടാൻ പോകാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മളിത് കുറച്ചധികം നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ടാൻ റിമൂവ് ആകുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നല്ലത് ടാൻ ആവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൺസ്ക്രീനൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എൻ്റെ ഫേസിൽ ടാൻ ആയിട്ടില്ല കേട്ടോ, പക്ഷേ ബോഡിയിലാണ് നല്ല രീതിയിൽ ടാൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആയ സമയത്ത് കുറച്ച് വെള്ളം കൂടി നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ആയി സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വന്ന ടാൻ റിമൂവ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇനി ടാൻ ആവാതെയും കൂടി നോക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് മാമാ എർത്തിൻ്റെ റൈസ് വാട്ടർ ഡൂയി സൺസ്ക്രീൻ ആണ്. SPF 50 ആണുള്ളത്. PA4+ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതൊരു ഡ്യൂയി ഗ്ലാസ് സ്കിൻ ഗ്ലോ ആണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ് അല്ല, നല്ലൊരു ഗ്ലോയി ഫിനിഷാണ് കിട്ടുന്നത്. ഇതിൽ മെയിനായിട്ട് റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ആണ് ഉള്ളത്. നമുക്ക് അറിയാലോ നയാസിനമൈഡ് നമ്മുടെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. റൈസ് വാട്ടർ ആണെങ്കിൽ സൺ പ്രൊട്ടക്ഷനും അതുപോലെ നമുക്ക് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിന്നൊക്കെ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് 2 ഫിംഗർ റൂളെടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് മാമാ എർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ മാമാ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വന്നിട്ട് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ട് നമുക്ക് നിയർ ബൈ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല നല്ലൊരു ഡ്യൂയി നല്ലൊരു നാച്ചുറൽ ഗ്ലോ തോന്നുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് വേറെയും കുറച്ച് സൺസ്ക്രീൻ ഉണ്ട്. B210 ഹൈഡ്രാഫോൾ സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ പ്ലസ് ഹൈഡ്രേഷൻ ആണ്. പിന്നെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ പ്ലസ് റേഡിയൻ ഗ്ലോ. ഉപ്തൻ D10 സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ പ്ലസ് സ്കിൻ D10 ആൻഡ് ബ്രൈറ്റനിങ് ആണ്. അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സൂത്തനിങ് ആണ്. ഹൈഡ്രാജൽ ഇന്ത്യൻ സൺസ്ക്രീൻ നോൺ സ്റ്റിക്കി ഗുഡ്നസ് ഓഫ് അലോവേര ആൻഡ് റാസ്ബെറി ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട.
ഇനി നേരെ പോയിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. പിന്നെ ഒരു ഉലുവേൻ്റെ തരിതരിയൊക്കെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ശരിക്കും വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ബോഡിയിൽ കയ്യിലും കാലിലും ഒക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഹെയർ മാസ്കും ബോഡി മാസ്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ ഞാൻ നന്നായിട്ട് ബോഡി ഫുള്ളായിട്ട് വാഷ് ചെയ്ത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മുഖത്തിന് മൊത്തത്തിലൊരു നല്ലൊരു ഐശ്വര്യം വന്ന പോലെ തോന്നും. ഇനി നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു വൈറ്റമിൻ സി സിറം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ എപ്പോഴും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഒരു 2-3 സ്റ്റെപ്പിൽ തീർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരു സിറം, അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയും തന്നെ മതിയാവും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു റൈസ് വാട്ടർ ഡൂയി സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൺസ്ക്രീൻ ഫേസിൽ മാത്രമല്ല നമ്മുടെ സണ്ണിൽ എക്സ്പോഷർ ആവുന്ന എല്ലാ ബോഡി പാർട്സിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഞാനൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലിപ്സിൽ എപ്പോഴും കുറച്ച് ടിൻറ്റ് വരുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മുടി നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ട്, മുടി ഒരു നല്ല മാനേജബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഞാനൊരു ബോഡി ലോഷനും കൂടി കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ ചൂട് സമയത്തൊക്കെ ബോഡിയിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ബോഡിയും കെയർ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ല സൂപ്പർ ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.